നർഗസ് മുഹമ്മദി ഇറാനിയൻ നോബൽ പ്രൈസ് വിന്നറാണ് 2023. അവർ വീട്ടു തടങ്കിലായിരുന്നു. ഡെത്ത് പെനാൽറ്റി, അതായത് മരണശിക്ഷ കൊടുത്ത് അവിടുത്തെ ഡിറ്റൻഷൻ സെൻറ്ററിലായിരുന്നു അവർ. ടെഹ്റാനിൽ ഒരു സംഭവം ഉണ്ടായി, അത്ഭുതം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഹിജാബ് നിർബന്ധമല്ല അവിടെ പള്ളികളിൽ, അതൊക്കെ ക്രൈസ്തവ അണ്ടർഗ്രൗണ്ട് പള്ളികളിൽ പോകേണ്ട, നിങ്ങൾക്ക് ഓപ്പണായിട്ട് പള്ളിയിൽ പോകാം. അവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പോളിസികളാണ്. ഇത് പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ അത് നടപ്പിലാക്കാൻ തുടങ്ങി. കാരണം അത് കഴിഞ്ഞിട്ട് അതോടുകൂടി ഞാൻ പറഞ്ഞു, മത പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് ദൂരെ കളഞ്ഞു. അപ്പം അലി ഖമൈനിയുടെ കൂടെയുള്ള ചില കക്ഷികളുണ്ടായിരുന്നു, അവരെ വീട്ടിൽ തടങ്കല്ലുക. അതായത് ഇറാനിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. അതെന്തിൻ്റെ ഒരു തെളിവ്? അത് ഒരു വലിയ തെളിവ് തന്നെയാണ്. ഈ നർഗസ് മുഹമ്മദി എന്ന് പറഞ്ഞ ഡെത്ത് പെനാൽറ്റി കിട്ടിയ ആക്ടിവിസ്റ്റ്, ഇവർ ബേസിക്കലി ജേർണലിസ്റ്റാണ്, പക്ഷെ ആക്ടിവിസ്റ്റാണ്. വുമൺ ഫ്രീഡം ആയിരുന്നു ഇവരുടെ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന സംഭവം. മാസ അമീനിയുടെ ഇഷ്യൂ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ മുൻപന്തിയിൽ ഈ പ്രക്ഷോഭം നയിച്ച 52 വയസ്സുള്ള ഈ സ്ത്രീ, അവരെ അപ്പം ഗവൺമെൻറ് പറയുന്നത്, അതായത് ഇറാനിയൻ ഗവൺമെൻറ് പറയുന്നത്, അവർക്കൊരു ബോണിനകത്ത് ക്യാൻസറിൻ്റെ ഒരു സർജറി, അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് അവർക്ക് 21 ദിവസത്തെ ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അറിയുവാൻ സാധിക്കുന്നത്, പല അറബ് പത്രങ്ങളും ചില പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള ഡിറ്റൻഷൻ സെൻറ്ററിലുള്ള ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഏകദേശം 400-450 പേര് ഓരോരുത്തരായിട്ട് 2-3 മണിക്കൂർ കൗൺസിലിംഗ് ചെയ്തിട്ട് അവരെ റിലീസ് ചെയ്യാൻ തുടങ്ങി. അതായത് മാസ അമീനിയുടെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആളുകളെയാണ് വീട്ടു തടങ്കലിലും മറ്റുള്ള ജയിലിലുമായിട്ട് താമസിപ്പിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഇറാനിലെ റെജീം ചേഞ്ച് ആകാൻ പോവുകയാണ്. കാരണം അവർക്ക് വേറെ ഒരു വഴിയുമില്ല. കാരണം അവർക്ക് ലോകത്തോട് പറയണം, അവർ ആ സ്ട്രിക്റ്റ് റൂള് പോയി, ഷിയയുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല, മത പോലീസല്ല ഈ രാജ്യം ഭരിക്കുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന ഡെമോക്രാറ്റിക്കലി എലക്റ്റഡാണ്. അതിനെല്ലാം കാരണം ഉറപ്പായിട്ട് ഒറ്റ വിഷയമാണ് അതിന് കാരണം. ഒന്ന്, ഒക്ടോബർ 7 ഹമാസ്, തുടർന്ന് ഇറാൻ അവരെ അടിക്കുന്നു, ഹിസ്ബുള്ള ഇസ്രായേലിനെ അടിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് എന്നാണ് ഇസ്രായേൽ കൊണ്ട് ഇറാനിൽ ബോംബിട്ടത്, അന്ന് മുതൽ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് പിടികിട്ടി, അവർ വലിയ പൂജ്യമായിട്ട് മാറി. ഇത് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം അങ്ങനെയാണ് അവിടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. കാരണം ലോകരാജ്യങ്ങളും ഇവരെ അഭിനന്ദിക്കാൻ വരെ പറഞ്ഞു, അവരെ ഫുള്ളാക്കി. കാരണം ഇതൊരു ചെറിയൊരു പേരിന് വേണ്ടി മാത്രമാണ് 21 ഡേയ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ ഡെത്ത് പെനാൽറ്റി കിട്ടിയ ഒരാൾ 21 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംഭവം. പിന്നെ ഏകദേശം 400ഓളം മറ്റുള്ള സ്ത്രീകളെ വിടാൻ തുടങ്ങി. അവിടുത്തെ മത പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അണ്ടർഗ്രൗണ്ടിലായിക്കള്. അവന്മാർ പുറത്തു പോലും പറയരുത്. IRGC അവർക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും രീതിയിൽ മതപുരോഹിതന്മാർ ഈ ഹിജാബില്ലാതെ നടക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാനോ വഴക്ക് പറയുവാനോ ട്രെയിനിൽ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തകത്തില്ല. പിടികിട്ടിയ സംഭവം പിച്ചു മാറിയത്. അതായത് ഇറാൻ എന്ന് പറഞ്ഞ രാഷ്ട്രം, മതരാഷ്ട്രം മാറ്റത്തിൻ്റെ തുടക്കം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പല ആൾക്കാരും അതിൻ്റെ താഴെ വന്ന് കേരളത്തിലോ സുഡാപ്പികളൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അപ്പോൾ മനസ്സിലായ ഓരോ ദിവസം എങ്ങനെയൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. കാരണം ലോകം മുഴുവനും ഇതിനെ വാച്ച് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അവിടെ കൺവേർഷൻ വളരെ ഷാർപ്പായിട്ട് വലിയ രീതിയിലാണ് നടക്കുന്നത്. അതായത് മതരാജ്യം, ഇതിന് മനസ്സിലാക്കുക, ഇരുമ്പാണ് ആ സംഭവം. ഞാൻ ഈ പറയുന്ന ടെഹ്റാനിൽ പോയിട്ടുണ്ട് നേരത്തെ. അവിടെ സ്ത്രീകളെന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു മനുഷ്യനായിട്ട് അവരെ അംഗീകരിക്കുന്നില്ല. ആ രീതിയിലാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. അവിടെയാണ് ഒരു റവല്യൂഷണറി ചേഞ്ച്, അതായത് മാസ അമീനിയുടെ ഇഷ്യൂ റവല്യൂഷണറി ചേഞ്ചാണ്. അതേപോലെ നർഗസ് മുഹമ്മദി അവരെ ഫ്രീ ചെയ്യുന്നു എന്ന് ഗ്ലോബലായിട്ട് അവർ ഇറാനിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം മാറും. കാരണം അവർക്ക് ഇനി പഴയ രീതിയിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ നടക്കുന്ന വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ഏഷ്യ ഡെവലപ്മെൻറ്റ് ഇവർക്ക് കൊടുക്കുന്ന വലിയ താക്കീത് കൂടിയാണ്. കാരണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ രാജ്യം
മതരാജ്യം എന്നാൽ ഈ രാജ്യമേ കാണത്തില്ല. കാരണം അവൻ്റെ എക്കോണമി തകർന്നു, അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. കാരണം ആ രാജ്യം തന്നെ ഇല്ലാതാവുകയാണ്. കാരണം പട്ടാളത്തിൻ്റെ കാര്യം തീരുമാനമായി. കാരണം അവർക്കൊരു ചെറിയ രാജ്യത്തോട് പോലും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എങ്ങനെങ്കിലും ഈ രാജ്യം മുന്നോട്ട് പോയി സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് മാറ്റിയെടുക്കുക, എക്കണോമിക് ആയ രീതി മുന്നോട്ട് പോവുക, അതല്ലാതെ വേറെ വഴി. കാരണം ഇവരുടെ പ്രോക്സീസ് ഉൾപ്പെടെയാണ് അടിച്ചു പോയത്. അതിൻ്റെ ചലനമാണ് നിങ്ങൾ സിറിയയിൽ കാണുന്നത്. അതിൻ്റെ വലിയ ചലനമാണ് ലെബനനിൽ കാണുന്നത്. അതായത് ഒക്ടോബർ 7 ശേഷം ഉണ്ടായത് വെസ്റ്റ് ഏഷ്യയും മിഡിൽ ഈസ്റ്റ് ഏഷ്യയും പൂർണ്ണമായിട്ട് മാറി. അതിലേറ്റവും പ്രധാനം ഇറാൻ എന്ന് പറയുന്ന മതരാഷ്ട്രം, അതിൻ്റെ തകർച്ചയാണ് ആ ദിവസത്തോടു കൂടി ഉണ്ടായത്. അതാണ് ഓരോ ദിവസവും അവിടുത്തെ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.